ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഏറ്റവും കുഴപ്പം പിടിച്ചൊരു ഒരു അവസ്ഥയാണിത്. കാരണം വെച്ചാൽ എക്സസീവായ ഇമോഷൻസ്, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ഇമോഷൻസ്, സൂയിസൈഡൽ ടെൻഡൻസീസ്, സ്വയം നശിപ്പിക്കാനുള്ള പ്രവണതകൾ, സെൽഫ് ഹാമുകൾ, ഏതെങ്കിലും അൺഹെൽത്തി ആയ റിലേഷൻഷിപ്പിൽ ചെന്നുപെടുക, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യാൻ, അതായത് ഡ്രഗ്സ് ആൽക്കഹോളിലേക്ക് ചെന്നുപെടുക, എക്സസ് ആയിട്ടുള്ള സെക്ഷൽ ഡ്രൈവ്, അതുമൂലം ഈ ഒരു ഫീലിങ്ങിൽ ഇമോഷണലും അബദ്ധങ്ങളിൽ ചെന്നുപെടുക, പിന്നെ തന്നെ മറ്റുള്ളവർ ഇട്ടേച്ച് പോകുമ്പോൾ താൻ ഒറ്റയാവ് പോകുമെന്നുള്ള ഭയം, തന്നെ ഇഗ്നോർ ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്ന സമയത്തുള്ള എക്സസീവ് ആങ്സൈറ്റി, അതുമൂലം ഉണ്ടാകുന്ന സെൽഫ് ഡിസ്ട്രക്ഷൻ ബിഹേവിയർ, ആത്മഹത്യാ പ്രവണത, പ്രീമച്ചർ ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇമോഷൻ എക്സസീവായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, ഭയങ്കരമായ ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഇതിന് വ്യക്തമായിട്ടൊരു മിക്കവരും ഇന്ന് സമൂഹത്തിൽ ഒത്തിരി പേര് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD അനുഭവിക്കുന്നവരുണ്ട്. വ്യക്തമായിട്ടൊരു ഫോളോ അപ്പോ ട്രീറ്റ്മെൻറ്റോ കൺസൾട്ടേഷനോ എടുക്കാതെ ഇവർ സമൂഹത്തിൽ സ്വയം നശിച്ച് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ട്. കാരണം ഇവർ ഭയങ്കര പൊസസീവ് ആയിരിക്കും, ഇവരുടെ റിലേഷനും ലവും ഒക്കെ. അതെല്ലാം ഫെയിലിയറിലേക്കാണ് അവസാനം പോകും. ഒന്നിൽ നിന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇവരെത്തും. അപ്പോൾ ഇതിന് തീർച്ചയായും കൺസൾട്ടേഷൻ ഉണ്ട്. കോഗ്നിറ്റീവ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ ഭയങ്കരമായ റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം.